24 എക്സ്ക്ലൂസീവ്. എറണാകുളം അങ്കമാലിയിൽ പെൺകുഞ്ഞ് ജനിച്ചതിന്റെ പേരിൽ ഭാര്യയ്ക്ക് ക്രൂരപീഡനം. യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ച ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തു. യുവതി ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മർദ്ദന വിവരം പുറത്തായത്. ആൻമരിയ സണ്ണിയാണ് ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ആൻമരിയ, ഇത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? മറ്റു വിവരങ്ങളും ആൻമരിയ. തീർച്ചയായും ആ ഞെട്ടലിന്റെ ആഴം കൂട്ടുന്നത് കേരളത്തിലാണ് സംഭവിച്ചത് എന്നറിയുമ്പോഴാണ്. കാരണം ഏത് കുഞ്ഞാണെങ്കിൽ പോലും നമ്മൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ആ കേരളത്തിലാണ് ആദ്യത്തെ കുഞ്ഞ് അത് പെൺകുട്ടിയായി പോയി. ആ പെൺകുട്ടി ആയതിന്റെ ഉത്തരവാദിത്തം അത് ഭാര്യയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു കൊടിയ പീഡനം അതൊരു യുവതി കേൾക്കേണ്ടതായിട്ട് വരുന്നത്. അത് 2020 ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നത്. പിന്നീട് 2021 ജൂലൈ 29 മുതൽ ആ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് അനുഭവിച്ചത് കൊടിയ മർദ്ദനങ്ങളാണ്. ആ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് അനുഭവിച്ചത്. പിന്നീട് ആ കുട്ടി അത് പുറത്തേക്ക് ആരോടും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല. ആ മർദ്ദനം എല്ലാം താൻ സ്വയം ഏറ്റുവാങ്ങി. പുറത്ത് ആളുകളോടൊന്നും പറയുന്നില്ല. പിന്നീട് ഈ മർദ്ദനത്തിന്റെ ആഴം കൂടിയപ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. പിന്നീട് ആശുപത്രി അധികൃതർ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പരിശോധന നടത്തിയപ്പോഴാണ് ആ മർദ്ദനത്തിൽ അവർക്കൊരു ചെറിയ സംശയങ്ങൾ തോന്നിയപ്പോൾ യുവതിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അപ്പോഴാണ് അവർക്ക് ഈ മർദ്ദനത്തിന്റെ ആഴം അത് ഭർത്താവിൽ നിന്നാണ് എന്നുള്ള കാര്യം ആശുപത്രി അധികൃതർ മനസ്സിലാക്കുന്നത്. അവർ തന്നെയാണ് പോലീസിൽ വിവരം അറിയിക്കുന്നതും. പോലീസ് ആദ്യഘട്ടത്തിൽ ഇതെടുത്തിരുന്നത് ഈ വീട്ടിലുണ്ടായ ഒരു മർദ്ദനം അല്ലെങ്കിൽ വഴക്ക് എന്ന രീതിയിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തിരുന്നത്. പിന്നീട് ഈ യുവതിയുടെ മൊഴി കൂടുതലായിട്ടും അന്വേഷിച്ചപ്പോഴാണ് അതിനകത്ത് ഈ ഭർത്താവ് ആദ്യ പെൺകുട്ടി ഉണ്ടായതുകൊണ്ടാണ് ഈ രീതിയിൽ അത് ഭാര്യയുടെ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ള കാര്യം പോലീസിനും വ്യക്തമായത്. പോലീസിനും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ യുവാവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കടക്കും. കാരണം വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി ഭർത്താവിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. എന്തായാലും ഉന്മേഷ്, കഴിഞ്ഞ 4 വർഷം അത് കേരളത്തിലുള്ള ഒരു പെൺകുട്ടി ഈ കഴിഞ്ഞ 4 വർഷം അനുഭവിക്കേണ്ടി വന്നത്, ഭർത്താവിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് പെൺകുട്ടി ജനിച്ചു എന്ന പേരിലാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഈ കുടുംബക്കാരോട്, അതായത് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഉൾപ്പെടെയുള്ള മൊഴിയും ഈ വരുന്ന നിമിഷങ്ങളിലെല്ലാം രേഖപ്പെടുത്തും. ഉന്മേഷ്. ശരി, ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ പ്രതികരണം വന്നിരുന്നു. വിഷയം ഗൗരവമേറിയത് എന്നായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിയുടെ പ്രതികരണം. ഒരു ശാസ്ത്രബോധമുള്ള ഒരു സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത്രയും തെറ്റായിട്ടുള്ള ധാരണകൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്നു. വളരെ ഗൗരവത്തോടുകൂടി കേരളീയ സമൂഹം ചിന്തിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. അമ്മയെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ശിക്ഷാർഹമായിട്ടുള്ള കുറ്റം തന്നെയാണ്. ഇത് ഗൗരവത്തോടുകൂടി പോലീസ് ഏറ്റെടുത്തു, പോലീസ് എഫ്ഐആർ ഇട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവം സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ല അന്വേഷണം നടത്തണം എന്നുള്ള നിർദ്ദേശം വനിതാ കമ്മീഷൻ നൽകുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.